സൗദിയിൽ മയക്കുമരുന്ന് കടത്തിയതിന് പിടികൂടിയ 3 വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി. അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. ഒരു കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു ഗുണ്ടാ ഗ്രൂപ്പിൽ ചേരത്തക്ക രീതിയിൽ ഇവിടെ അതുപോലെ ഗുണ്ടാ ഗ്രൂപ്പുകൾ ഉണ്ടെന്നതിനർത്ഥം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആള് ഹീറോ. അതിന്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു. അപ്പോൾ ഹീറോ വർഷിപ്പ് അല്ലേ? ശരിയാക്കി തരാം. നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. ഇതാണ് മുമ്പേ പറഞ്ഞ ആ ഹീറോയിസ് എന്ന് പറഞ്ഞ സംഭവം. കണ്ടോ, ഇതൊക്കെയാണ് മാതൃക. നിങ്ങൾ തന്നെ ഈ പറയുന്നത്. അതായത് മാർക്കോയ്ക്ക് മുമ്പ് മാവേലി നാട് വാണിടും കാലം മാർക്കോ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ആക്രമണം തുടങ്ങി. അതാണ് ഈ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ നമ്മളോട് പറയുന്നത്. 2K കിഡ്സിനെ 2K കിഡ്സ് തന്നെയാണോ വളർത്തുന്നത്? ഈ പറഞ്ഞ പോലെ 80-90കളിലൊക്കെ ഉള്ള അച്ഛനമ്മമാരാണല്ലോ ഈ 2K കിഡ്സിനെ വളർത്തിയെടുക്കുന്നത്. ആണോ? അപ്പോൾ അതിൻ്റെ കാരണക്കാരാരാ? ഈ പറഞ്ഞ ആളുകളല്ലേ. അല്ലാതെ 2K കിഡ്സിനെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ?